ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ പുലാവാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിനെ കോരി മാറ്റാം. 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിനെ നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെച്ച ക്യാരറ്റ് 1 കപ്പുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴന്നു തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിന്റെ പച്ച ചുവ മാറ്റണം. ഈ ഒരു സമയം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീറും കൂടി തട്ടി കൊടുക്കാം. ഇത് നല്ലപോലെ കിടന്ന് വറ്റട്ടെ. നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് അരി ഉപ്പിട്ട് തിളപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്താൽ മതി. നമ്മുടെ ബസ്മതി റൈസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അരി എടുത്തത്. ഈ ഒരു സമയത്ത് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിടണം. ഈ ഒരു സമയം നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം അടച്ചു വെച്ച് വീണ്ടും ഇങ്ങനെ തന്നെ നിർത്തിയിരിക്കുക. നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ പുലാവ് റെഡി.